അത് കഷ്ടമായി പോയല്ലോ. അഞ്ചാറ് കായുണ്ടായിപ്പോൾ കൊമ്പൊടിഞ്ഞും പോയല്ലോ. കൂടുതൽ കായുണ്ടായ കൊമ്പങ്ങട് ഒടിഞ്ഞു പോയി. അതിൻ്റെ കൂടെ വേറൊരു കൊമ്പ് കൂടി ഒടിഞ്ഞപ്പോൾ ഇനി കക്ഷിക്ക് വലിയ രക്ഷയില്ല. ഏതായാലും കഷ്ടമായിപ്പോയി. പിന്നെ അതിൻ്റെ കൂടെ ഈ കൊമ്പ് ഒടിഞ്ഞു പോയി. പിന്നെ ഒരു ചെറിയ പ്രതീക്ഷയുള്ളത് ഇത്തവണ ഉണ്ടായ കായ ചിലപ്പോൾ താഴെ കിടന്ന് മൂത്ത് കിട്ടാം. അല്ല, മൂത്ത് കിട്ടുന്നതിൽ വലിയ ഗൗരവമില്ല. പുറത്ത് മേടിക്കുന്നതിനേക്കാൾ പുറത്തങ്ങനെ വലിയ വിലയില്ലല്ലോ അതിന്. അതിനും പുറമെ ഇതിൻ്റെ 1-2 കൊമ്പ് നിൽക്കുന്നത് ചിലപ്പോൾ കുറച്ച് കാലത്തേക്ക് കൂടി നിന്നേക്കും. അതിനേക്കാൾ കൂടുതലായിട്ട് അതിനൊരു പുതിയ ഷൂട്ട് വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ മുന്ന് പറഞ്ഞതുപോലെ പഴയ തലമുറ വഴിമാറിക്കൊടുക്കുന്നതാവാം പുതിയ തലമുറയ്ക്ക് വളർന്ന് പിൻകാലങ്ങളിൽ കായ്ക്കാനായിട്ട്. അപ്പോൾ ഈ മരത്തിൻ്റെ 3 രൂപങ്ങൾ നമ്മൾ കണ്ടു. ഇതുമേ പിങ്ക് നിറത്തിലുള്ള പൂവുകൾ ഇട്ട് നിൽക്കുന്ന വിൻ്റർ കഴിഞ്ഞുടനെയുള്ള കാലം നമ്മൾ കണ്ടു. ആദ്യം ചുവന്ന പൂ വന്നു, കുറേ കഴിഞ്ഞ് ഇലകൾ വന്നു, അത് കഴിഞ്ഞതിൻ്റെ കായ്കൾ വന്ന് ഇത്തരത്തിലായി 1-2 മാസം കൊണ്ട്. ഇതിൻ്റെ പുതിയ ഷൂട്ടിൻ്റെ ഇലകളും കാണാൻ അവസരം വന്നു. എല്ലാം നെഗറ്റീവാണ് എന്ന് പറയാൻ വയ്യ. അപ്പോൾ നമുക്ക് പഠിക്കാനായിരിക്കും പ്രകൃതി ഇത്തരത്തിലുള്ള ചില പഠിപ്പുകൾ നമുക്ക് തരുന്നത്. എങ്ങനെയും അല്പം സങ്കടമായിപ്പോയി. കുറച്ച് കാണാൻ കൊള്ളാവുന്ന ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിടുന്ന കായ്കൾ പോലുള്ള കുറേ കായ്കൾ നമ്മുടെ ഗാർഡനിൽ മരത്തിനല്പം ഭംഗി കുറഞ്ഞു പോയാലും നിൽക്കുന്നത് കാണാൻ രസമുണ്ടായിരുന്നു. എല്ലാം മായാമയനുടെ ലീല. മാനവനെന്നറിയില്ല. പക്ഷേ ഈ കായ്കൾ തിന്നാനൊന്നും എനിക്ക് വലിയ എളുപ്പമൊന്നുമില്ല. എൻ്റെ പല്ലുകൾ ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ കാണാൻ ആ ഇലകളും പൂവുകളും ഇലകളും കായ്കളും തമ്മിലുള്ള നിറങ്ങളുടെ കോൺട്രാസ്റ്റുകളും, ഇതേ ചെടി തന്നെ പൂവിടുമ്പോൾ ഈ കായുടെ നിറത്തിൽ, പിങ്ക് നിറത്തിൽ പുതിയ ഷൂട്ടിൽ വരുന്ന കിളുന്ത് ഇലകളുടെ നിറം, ഇതെല്ലാം എന്തൊരു നല്ല കോറിയോഗ്രഫിയാണെന്ന് ഞാൻ
ഇതിൻ്റെ പൂവിടുന്ന കാലം 2-3 മാസം മുന്നത്തെ കാലം ഞാൻ യൂട്യൂബിലിട്ടത് കൊണ്ട് ഈ മരത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയെങ്കിലും ഈ മരത്തിൻ്റെ ഇലയുടെയും കായുടെയും പൂവിൻ്റെയും കിളുന്ത് കൂമ്പിൻ്റെയും ഒക്കെ നിറം മനസ്സിലാക്കാനും ആശാൻ്റെ ഹാ പുഷ്പമേ പോലെ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും എല്ലാം കൂടി കാണുമ്പോൾ ശാശ്വതമെന്നേ ദുഃഖം അല്ല, സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. അല്ല കല, അല്ല സാഹിത്യം തന്നെ. അതുകൊണ്ടാണല്ലോ ഷേക്സ്പിയർ പറഞ്ഞത് എ മിറർ ടു നേച്ചർ. നേച്ചർ എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ പ്രകൃതി മാത്രമല്ല, ഭൂമിയുടെ പ്രകൃതിയും എല്ലാം കണക്കിലെടുക്കാവുന്നതാണ്.